നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഒബ്വിയസ്ലി സഞ്ജു ഈസ് ദി ബാക്ക് ബോൺ നൗ. CSKയുടെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് DC അവർ തോൽപ്പിച്ചതിന് ശേഷം പറയുകയാണ്, തീർച്ചയായിട്ടും CSK ബാറ്റിങ്ങിൻ്റെ ഇപ്പോഴത്തെ നട്ടെല്ല് അത് സഞ്ജു സാംസണാണ്. അതിലെന്താ സംശയം? അമ്മാതിരി കളിയല്ലേ പയ്യൻ ചേട്ടൻ ഇന്നലെ കളിച്ചത്. കിടിലൻ കളിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിൻ്റെ കൂടി ബലത്തിലാണ് ടീമിൻ്റെ ഈ തകർപ്പൻ ജയം, 8 വിക്കറ്റിൻ്റെ വിജയം അവർ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത് നിർണായക പോരാട്ടമായിരുന്നു. കളി ജയിച്ചോടുകൂടി 10 പോയിന്റിലേക്ക് ഇപ്പോൾ CSK മാറിയിട്ടുണ്ട്. ഏതായാലും സഞ്ജുവിൻ്റെ ഇന്നിങ്സ് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. സഞ്ജുവും കാർത്തിക് ശർമ്മയും ചേർന്നുള്ള കൂട്ടുകെട്ട് 100-ന് മുകളിൽ റണ്ണടിച്ചിടത്താണ് അവരുടെ വിജയം വന്നത്. 52 പന്തിൽ നിന്നാണ് 7 4 6 സിക്സറുകളും അടക്കം 87 റൺസ് സഞ്ജു സാംസൺ അടിച്ചത്. ഈ മത്സരത്തിൽ ഇത്രയധികം സിക്സറുകൾ മറ്റാരും അടിച്ചിട്ടില്ല. മാത്രമല്ല അവിടെ ഇത്ര അനായാസം മറ്റാരും ബാറ്റ് ചെയ്ത് കണ്ടതുമില്ല. അപ്പോൾ നായകൻ വെറുതെ പറയുകയില്ല സഞ്ജുവാണ് ടീമിൻ്റെ ബാക്ക് ബോൺ എന്ന്. ഇപ്പോൾ 2026 IPL CSK ജയിച്ച 5 കളികൾ, ആ 5 കളികളിൽ നിന്ന് സഞ്ജുവിൻ്റെ സ്കോർ 362 റൺസാണ്. CSK തോറ്റ മത്സരങ്ങൾ 5 മത്സരങ്ങൾ, അതിൽ സഞ്ജുവിൻ്റെ ഇന്നിങ്സ് ടോട്ടൽ 40 റൺസാണ്. അപ്പോൾ അതിലുണ്ട് സഞ്ജു കളിച്ച CSK ജയിക്കുന്നു, സഞ്ജുവാണ് ബാക്ക് ബോൺ എന്നുള്ളത്. സഞ്ജു ഇപ്പോൾ CSKക്ക് വേണ്ടി ഈ സീസണിൽ 400 റൺസിന് മുകളിൽ അടിച്ചു കഴിഞ്ഞു. യെസ്. അപ്പോൾ വീണ്ടും ഇന്നലെ പ്ലെയർ ഓഫ് ദി മാച്ച് നേടിയല്ലോ. 3ാമത്തെ പ്ലെയർ ഓഫ് ദി മാച്ചാണ് ഈ സീസണിൽ. സഞ്ജു സാംസൺ ബിക്കംസ് ദി ഫസ്റ്റ് പ്ലെയർ ടു വിൻ 3 പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ്സ് ഇൻ IPL 2026. ഈ സീസണിൽ IPL 3 പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് നേടിയത് അദ്ദേഹം മാത്രമേ ഉള്ളൂ. ഇനി 402 റൺസ്, 57.43 ആവറേജ്, 167.5 സ്ട്രൈക്ക് റേറ്റ്, 2 സെഞ്ചുറികൾ, ഒരു കിടിലൻ അർദ്ധ സെഞ്ചുറി ഇന്നലെ വന്നത്, 42 ഫോറുകൾ, 21 സിക്സറുകൾ. അപ്പോൾ നോക്കുക, CSKക്ക് വേണ്ടി അദ്ദേഹത്തിന് ഡെബ്യൂ സീസണാണ്, പൊളിച്ചടുക്കിയാണ്. ഇന്നലെ വേണമെങ്കിൽ അദ്ദേഹത്തിന് സെഞ്ചുറി നേടാമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്നലെ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് 100 എപ്പോഴും സ്പെഷ്യലാണ്, പക്ഷേ മറുഭാഗത്തുള്ള ബാറ്റർ നന്നായി കളിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സെഞ്ചുറി അടിക്കണമെങ്കിൽ ഞാൻ കുറച്ച് സെൽഫിഷ് ആകണമായിരുന്നു, അതിന് പോയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ടീമിൻ്റെ വിജയത്തിലാണ് പ്രാധാന്യം, സെഞ്ചുറിക്ക് വീണ്ടും ശ്രമിക്കാമല്ലോ. അപ്പം സഞ്ജുവിൻ്റെ ഒരു ഗോൾഡൻ മൈൻഡ് സെറ്റ് അതാണ്. ടീമിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം കളിക്കുന്നു, അതിൻ്റെ റിസൾട്ട് കളിക്കളത്തിൽ വരികയും ചെയ്യുന്നു. ഇപ്പോൾ CSKയുടെ ഈ സീസണിലെ ഹയസ്റ്റ് സ്കോർ നോക്കിയാൽ 1ാമത്തെ സഞ്ജു സാംസണിൻ്റേതാണ് 115 നോട്ട് ഔട്ട്, 2ാമത്തതും സഞ്ജു സാംസണിൻ്റേതാണ് 101 നോട്ട് ഔട്ട്, 3ാമത്തതോ അതും സഞ്ജു സാംസണിൻ്റേതാണ് ഇന്നലത്തെ 87 നോട്ട് ഔട്ട്. സോ സഞ്ജു സാംസൺ ഇന്നലെ അവിടെ അവാർഡുകൾ മൊത്തം വാരിക്കൂട്ടുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു. അതായത് ഇന്നലത്തെ ഒരു മത്സരം നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം 4 അടിച്ചതും 6 അടിച്ചതും എല്ലാ അവാർഡുകളും അദ്ദേഹം തന്നെ സ്വന്തമാക്കുന്ന കാഴ്ച. അതായത് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം അദ്ദേഹത്തിന്, സൂപ്പർ സ്ട്രൈക്കർ ഓഫ് ദി മാച്ച് പുരസ്കാരം സഞ്ജു സാംസണിന്, സൂപ്പർ സിക്സസ് ഓഫ് ദി മാച്ച് പുരസ്കാരം സഞ്ജു സാംസണിന്, അതുപോലെ തന്നെ ഓൺ ദി ഗോ ഫോർസ് ഓഫ് ദി മാച്ച്, അതായത് കൂടുതൽ ബൗണ്ടറികൾ അടിച്ചതിൻ്റെ പുരസ്കാരം അതും, 4 അടിച്ചതിൻ്റെ പുരസ്കാരം അതും സഞ്ജു സാംസണിന്. സോ എല്ലാം വാരിക്കൂട്ടി അദ്ദേഹം തന്നെയാണ് CSKയുടെ നട്ടെല്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ഋതുവിൻ്റെ വാക്കുകൾ അന്വർത്ഥമാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.